കാലമിനിയുമോ വിഷുക്കാലാവാറായി. ഈ 2026 വിഷു എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആകട്ടെ. ഈ സമയത്ത് വിഷുവിനെ കുറിച്ച് ഞാൻ എഴുതിയൊരു കവിതയാണ് ചൊല്ലുന്നത്. വിഷുപ്പക്ഷി. വിഷുപ്പക്ഷി പാടാഞ്ഞതെന്തേ, ഇന്ന് വിഷുപ്പക്ഷി പാടാഞ്ഞതെന്തേ, കണിക്കൊന്ന പൂത്തിട്ടും കൈനീട്ടം തന്നിട്ടും വിഷുപ്പക്ഷി പാടാഞ്ഞതെന്തേ, വിഷുപ്പക്ഷി പാടാഞ്ഞതെന്തേ. തൊടിയിലെ തേന്മാവിൻ ചുവട്ടിൽ കിടക്കുന്ന മധുരമാമ്പഴം കണിവെച്ചില്ലേ, കതിർ കൊയ്ത പാടത്തിൻ കരയിലായി നിൽക്കുന്ന അരിമുല്ലമാല ചാർത്തിയില്ലേ, വിഷുപ്പക്ഷി പാടാഞ്ഞതെന്തേ, വിഷുപ്പക്ഷി പാടാഞ്ഞതെന്തേ. തളിരിട്ട മോഹത്തിൻ തളിർച്ചൂടി നിൽക്കുന്ന തളിർമരം പൂത്തുവല്ലോ, പുലർമഞ്ഞിൽ കുളിച്ചെത്തുന്ന പൂക്കളാൽ നിറമാല ചാർത്തിയില്ലേ, നിറമാല ചാർത്തിയില്ലേ, വിഷുപ്പക്ഷി പാടാഞ്ഞതെന്തേ, വിഷുപ്പക്ഷി പാടാഞ്ഞതെന്തേ. അപ്പോൾ വിഷു അടുത്തു അല്ലേ? വിഷുവിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? വിഷു പറയുമ്പോൾ സ്കൂൾ പൂട്ടും, പരീക്ഷക്കാലം, കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും അവധിക്കാലമാണല്ലോ. ആ സമയത്ത് വിരുന്ന് പോവുക, എന്നിട്ട് എല്ലാ തറവാട്ടിലൊക്കെ എല്ലാവരും കൂടിച്ചേർന്ന് വിഷു ആഘോഷിക്കുക, കൈനീട്ടം കിട്ടും, വിഷു സദ്യ. പിന്നെ 2 മാസം അവധി ആയതുകൊണ്ട് അധികവും കുട്ടികളും വലിയവരും മുതിർന്നവരും എല്ലാവരും ഇങ്ങനെ വിരുന്ന് പോക്കാവും, ബന്ധുഗൃഹങ്ങളിൽ വിരുന്ന് പോകുക. അതൊക്കെയായിരുന്നു വിഷുക്കാലത്തിൻ്റെ ഓർമ്മകൾ. പിന്നെ നാട്ടിൻപുറത്താണ് കൊഴിഞ്ഞ പാടങ്ങളിൽ കളിച്ച് തിമിർക്കണ ബാല്യങ്ങളായിരുന്നു. അപ്പോൾ തോട്ടിൻ്റെ വക്കത്തുള്ള കണിക്കൊന്ന മരത്തുനിന്ന് കൊന്നപ്പൂക്കൾ അറുത്ത് കൊണ്ടുവരിക, തൊടിയിൽ വീണ് കിടക്കണ മാമ്പഴം പറിച്ച് തിന്നുക. അപ്പോഴേക്കും ചക്കയൊക്കെ മൂത്ത് പഴുത്തിട്ടുണ്ടാവും. അങ്ങനെ മാങ്ങാക്കാലും ചക്കക്കാലും ഒക്കെ കഴിയുമ്പോഴേക്കും അവധിക്കാലം കഴിയും. വിഷുക്കാലം നല്ല മധുരമുള്ള കുറേ ഓർമ്മകൾ സമ്മാനിച്ച് വീണ്ടും പുതിയൊരു അധ്യയന വർഷം തുടങ്ങും. അങ്ങനെയൊക്കെ വിഷുക്കാലം. ടീച്ചറെ, 36 വർഷം നീണ്ട അധ്യായത്തിന് ശേഷം ടീച്ചറെ പടിയിറങ്ങുകയായിരുന്നു. അപ്പോഴുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? 36 വർഷം കുട്ടികളുടെയും വീട് പോലെ തന്നെയാണല്ലോ. വീടും ഒരു കുടുംബം, അതുപോലെ സ്കൂളിലെ സഹപ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്ന് ഒരു കുടുംബം പോലെ നമ്മളെ വീടിനെക്കാട്ടിലും കൂടുതൽ സമയം ചിലവഴിച്ച് ചിലപ്പോൾ വിദ്യാലയത്തിലായിരിക്കും. അങ്ങനെ അതിനു മുമ്പേ കുറേ സീനിയർ ടീച്ചേഴ്സൊക്കെ റിട്ടയർഡായി പോയിരുന്നു. എന്നാൽ നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങി വരുമ്പോൾ നമുക്ക് നല്ലൊരു സങ്കടം ഉണ്ടായിരിക്കും. പിന്നെ പതുക്കെ അതൊക്കെ അങ്ങനെ മാഞ്ഞു പോകും. നമ്മൾ ഓരോ കുടുംബത്തിലെ ഓരോ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അതെല്ലാം മെല്ലെ മെല്ലെ മറക്കും. എന്നാലും നമ്മുടെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ നല്ല നല്ല ഓർമ്മകൾ വീണ്ടും ഇങ്ങനെ ഓടിയെത്തും. സെൻഡ് ഓഫൊക്കെ ഗ്രാൻഡായിട്ട് ചെയ്തു. ആ സമയത്ത് എൻ്റെ മോളി സിസ്റ്ററും ഞാനും ഒപ്പാണ് ആ വർഷം 2021 ഒപ്പാണ് റിട്ടയർഡായത്. അന്ന് കോവിഡ് കാലമായതുകൊണ്ട് സ്കൂളിൽ അങ്ങനെ ഗ്രാൻഡായിട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും എൻ്റെ വീട്ടിലേക്ക് അവരെല്ലാവരും വന്ന് ഞങ്ങളെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. കുടുംബക്കാർ, എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും എനിക്ക് മെമൻറ്റോ ഒക്കെ തന്ന്
അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയത്തിൽ ഇവിടെയുള്ള കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയൊക്കെ വിളിച്ച് എൻ്റെ വക കൃഷ്ണ ഓഡിറ്റോറിയത്തിൽ ഞാൻ അവർക്ക് ട്രീറ്റൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും ഇവിടെ ഈ ചുറ്റുപാട് ഇപ്പോഴും അവരെല്ലാവരും എന്നോട് നല്ല സ്നേഹത്തോടെ ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ആ സ്നേഹം അവർക്ക് വേണ്ടി ഞാൻ കരുതിയിട്ട് അവരെല്ലാവരും ഉൾപ്പെടുത്തി അവർക്കും ഞാൻ ഇങ്ങനെ ഫുഡ് അറേഞ്ച് ചെയ്ത് അവരെയൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ സെൻഡ് ഓഫൊക്കെ ഗ്രാൻഡായി ചെയ്യാൻ പറ്റി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലേ നമ്മുടെ ജീവിതം. മറക്കാൻ ആ സമയത്ത് എൻ്റെ കാസിം മാഷ് വന്നിട്ട് എനിക്ക് ബഷീറിൻ്റെ ഒരു കഥാപുസ്തകം തരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8-ാം തീയതി അവൾ എന്നുള്ള കവിത ഞാൻ പിന്നെ ചൊല്ലിയൊക്കെ ഉണ്ടായി. അതിനൊക്കെ മെച്ചപ്പെടുത്തി എഴുതാൻ എൻ്റെ മകനാണ് എനിക്ക് പറഞ്ഞു തരിക. അവരും എന്നെ സഹായിക്കും എഴുത്തിൻ്റെ ഇതിൽ. അവരും എഴുതും, കഥയൊക്കെ എഴുതും കുട്ടികൾ. അവൾ എന്നുള്ള കവിത, പിന്നെ നവകേരളം, ഇങ്ങനെയുള്ള കവിതകളെല്ലാം ഓരോ സമയത്ത് ആവശ്യം വരുമ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ടീച്ചറെ ഇപ്പോൾ താമസിക്കുന്നതും എഴക്കാടാണ് അല്ലേ? ടീച്ചറെ ഇവിടേക്ക് വന്നിട്ട് ഒരുപാടായോ? ഇവിടെ സ്കൂൾ ജോലി കിട്ടി ഇവിടെ തൊട്ട് തന്നെയാണ്. 88 ഇവിടെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടെ താമസം തുടങ്ങി. സ്കൂളിൻ്റെ അടുത്ത് വേഗം എത്താനുള്ള അടുത്ത് വേണം പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത് താമസം തുടങ്ങി. ടീച്ചർ ഇപ്പോൾ ഏകദേശം എത്ര കവിതകൾ എഴുതിയിട്ടുണ്ടാവും? കവിതകൾ ഇപ്പോൾ ഒരു 100 കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിൽ കൂടുതലും എഴുതിയിട്ടുണ്ടാവും. നല്ല നല്ല കവിതകളൊക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് എൻ്റെ വേറെ ടീച്ചറുണ്ട്, എൻ്റെ അടുത്ത് താമസിക്കുന്ന കമല ടീച്ചറെ, മോയൻസിലെ ടീച്ചറായിരുന്നു. ടീച്ചർ എപ്പോഴും ഒരു എൻ്റെ അടുത്ത് ഒരു കവിതാ സമാഹാരം ഉണ്ടാക്കൂ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ടീച്ചറുടെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേ നല്ല നല്ല കവിതകൾ ഇങ്ങനെ അതാണ് നമ്പറൊക്കെ ഇട്ട് വെച്ച്. പിന്നെ ഒരു സ്കൂളിൽ നിന്നൊരു ക്യാമ്പിന് പോയിരുന്നു മാഹിയിൽ, കവിത എഴുതുന്ന ടീച്ചേഴ്സിനൊക്കെ. ആ സമയത്ത് ഞാനൊരു കവിതാ പുസ്തകം എൻ്റെ സ്കൂളിലെ പ്രസന്ന മാഷ ഉണ്ടാക്കി തന്നിരുന്നു പെട്ടെന്ന്. ആ പുസ്തകമൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. ഇപ്പോൾ ആ പുസ്തകം ഒന്നും കാണാനില്ല എഴുതി.